കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ജി വാസവൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. ഇത് മുഴുവനും കണ്ടോ, ഇറ്റ്സ് ഓൾ ഓൾഡ് വൺസ്. അതെ അതെ. സോ വിച്ച് ഹാസ് ബീൻ ഇൻ ദി വീട്ടിൽ ഉണ്ടായിരുന്നതാണ് നിങ്ങൾ എടുത്തോണ്ട് ഇല്ല വീട്ടിലില്ല മേഡം, സത്യസന്ധമായ ഇതെന്റെ വീട്ടിലുണ്ട്. ഇതെന്റെ ബാഗിൽ അന്നേ ഇരുന്നതാണ്. ആ അതന്നെയാ പറയുന്നത്. അതപ്പോ പുതിയ റെസീറ്റുകളൊന്നും നിങ്ങൾ കൊണ്ടുവന്നില്ല? ഇല്ല മേഡം, പുതിയ റെസിപ്റ്റ് ഇല്ല എന്റെ കയ്യിൽ. ഒരു കാര്യം ചെയ്തേ, അതിനകത്ത് എങ്ങണം മുത്തൂറ്റിന്റെ ഏതെങ്കിലും റെസിപ്റ്റ് ഉണ്ടോ? ഒന്നുമില്ല. അതാണ് ഞാൻ നോക്കുന്നത്. മാഡം മുത്തൂറ്റിന്റെ വല്ലപ്പോഴാണ് മുത്തൂറ്റിൽ പോയി എടുക്കുന്നത്. വെസ്റ്റേൺ യൂണിയൻ എന്നാണ് ഞാൻ കൂടുതലും എടുക്കാറുള്ളത്. മുത്തൂറ്റ് വഴി മേടിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിന്റെ റെക്കോർഡ് ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ മേടിച്ചിട്ടില്ലെങ്കിൽ അത് അക്കൗണ്ടിൽ കിടക്കണോ ഇപ്പോഴും? ഇല്ല സാറേ, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇവര് പൈസ എടുക്കുമ്പോൾ എനിക്ക് എന്റെ ഫോണിൽ അവിടെ മെസ്സേജ് വരുന്നുണ്ട് എടുത്തെന്നുള്ളതേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2014 ക്രെഡിറ്റ് ചെയ്ത ഒരു പൈസ 18 ശേഷവും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു കോറി വരുമല്ലോ. അല്ലല്ല, അത് അക്കൗണ്ടിൽ കിടക്കണോ, ഇവര് എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർ ബുക്ക് അവർ പറഞ്ഞത് ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. എന്തായാലും പാസ്ബുക്ക് ഇല്ല സാറേ, കാർഡ് മാത്രം, ചെറിയൊരു അക്കൗണ്ട് തുടങ്ങി എങ്ങനെയാ? അവരും കൂടെ ഉണ്ടായിരുന്നു. അല്ല, അക്കൗണ്ട് തുടങ്ങുമ്പോൾ പാസ്ബുക്ക് ഇല്ല എന്നാണോ പറയുന്നത്? പാസ്ബുക്ക് തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ അക്കൗണ്ട് എന്തിനാ തുടങ്ങിയത്? ഞാൻ ചോദിക്കാം, അക്കൗണ്ട് എന്തിനാ തുടങ്ങിയത്? തുടങ്ങിയ പണയം വെക്കാനായിരുന്നു തുടങ്ങി. ആയിക്കോട്ടെ, അന്നേരം നിങ്ങൾക്ക് ഒരു പാസ്ബുക്ക് കിട്ടില്ലേ? ആ ഒരു ഇതുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അത് എന്റെ ബാഗിലുണ്ടാന്ന് തോന്നുന്നു. അന്ന് നോക്കിക്കേ. കസ്റ്റമർ ഐഡന്റിറ്റി കാർഡ് അതേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ പൈസ എടുക്കുന്ന സമയത്ത് അല്ലല്ല, കസ്റ്റമർ ഐ ഡി കാർഡ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഐ ഡി നമ്പർ എത്രയാ? ആ ഐ ഡി നമ്പർ അനുസരിച്ച് ഒരു പാസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ ഇതിന് ഐ ഡി കാർഡ് ഇല്ല സാറേ, പാസ്ബുക്ക് ട്രാൻസ് നമ്പർ 9949571352. അപ്പൊ അതിലൊരു അക്കൗണ്ട് ഉണ്ടോ അവർക്ക്? ഇഷ്യൂ ഡേറ്റ് 5/2/14. കാർഡ് നമ്പർ 76084. 5/2/14. അതിനുശേഷമാണ് പൈസ കൂടുതൽ അയച്ചിരിക്കുന്നത്. ജൂലൈ മാസം പൈസ ഇവര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഗൾഫിൽ പോയത് എപ്പോഴാ? 2013 ലാസ്റ്റ്, 2014 തന്നെ, 13 ലാസ്റ്റ്. ഇത് ഞാൻ എന്തോ പറയുമെന്ന് പറയാം. എനിക്ക് ഇത്രയും എമൗണ്ട് അയച്ചു. ജൂലൈ മുതലുള്ളതേ ഉള്ളൂ ഇവിടെ. അല്ല, ഓഗസ്റ്റ്. എനിക്കറിയത്തില്ല. ഇവര് കൗൺസിലിംഗ് സെന്ററിൽ വന്നപ്പോൾ ഇതുപോലെ ഇത്രയും ഒരു അടുക്കുണ്ടായിരുന്നു. അപ്പോൾ വക്കീല് പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതാ ഒറിജിനലിന് സീല് വരെ കൊടുത്തിട്ടുണ്ടെന്ന് വക്കീലന്മാര് ശ്രദ്ധിച്ചായിരുന്നു. അത് അവര് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാ പറയണത്. ഇതോ ഡ്യൂപ്ലിക്കേറ്റ് കൗൺസിലിംഗ് കൊല്ലത്ത് കൗൺസിലിംഗ് സെന്ററിലും കൊണ്ടുവന്നപ്പോഴത്തേക്ക് സാറ് ഇത് എടുത്ത് കാണിച്ചിട്ട് ഇതാണ് സീൽ ചെയ്തത്, ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതിൽ സീലും ഉണ്ട്. മാത്രമല്ല മാഡം, ഒറിജിനൽ കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയിരിക്കുന്നതിനകത്ത് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സീൽ തന്നെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സീൽ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണ്. ഈ പച്ച കളറിലെല്ലാം ഒറിജിനലാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി സീൽ കൊടുത്തിട്ടുണ്ട്. അവര് അച്ഛനും ചേട്ടനും അയച്ചു കൊടുത്തത് എന്റെ പേരിലോട്ട് ആക്കിയതായിരിക്കും. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ മാഡം 14 ഇത്രയും പൈസയൊന്നും എനിക്ക് അയച്ചു തന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് അയച്ചു തന്നത് അമ്മയ്ക്ക് അസുഖത്തിന് ശേഷം പൈസ അയച്ചു തന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് 10,000 രൂപ അയച്ചു തന്നായിരുന്നു അനിയത്തിയുടെ കല്യാണം അടുപ്പിച്ച്. അതിന് മുമ്പായിട്ട് 6,500, 9,000, ചിലപ്പോൾ 7,000, 9,000 അത്രയൊക്കെ 9,500 ഇതൊക്കെ അയച്ചു തന്നിട്ടുള്ളൂ. ഈ 16,000 രൂപയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സത്യസന്ധ എൻ്റെ 3 മക്കളെ 16,702. പിന്നെ ഒരു അനിയത്തിയുടെ കല്യാണത്തിന് 10,000 രൂപ അയച്ചു തന്നു. 12,000, പിന്നെ ഒരു 11,000, പിന്നെ ഒരു 11,000,
പോട്ടെ, ഇളയ സഹോദരിയുടെ വിവാഹം എന്നായിരുന്നു? 3 വർഷം 3 വർഷം പോണു. 14 14-ലോ? 15-ല്. ഇപ്പൊ 3-ാമത്തെ വർഷമല്ലേ, ഇപ്പൊ 18-അല്ലേ. 3/6/2014. ആ സമയത്ത് അയാൾ 10,000 രൂപ അയച്ചെന്നോ ചെന്നു. എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ശരിയാണെങ്കിൽ 3/3/2015 10,000 രൂപ അയച്ചു തന്നിട്ടുണ്ട്. അതുണ്ട്, റെക്കോർഡുണ്ട്, അത് ഇതിനകത്തും ഉണ്ട്. അപ്പൊ ബാക്കി എന്ത് ചെയ്യും? ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് വെറുതെ ആകുന്നത്? ഇല്ല ഇതിൽ ഒരെണ്ണം മാത്രം ശരിയും നോ, ബാക്കിയെല്ലാം തെറ്റുമാകുമോ? സത്യസന്ധമായ കാര്യം. സത്യസന്ധമായിരിക്കും. നിങ്ങൾ സത്യസന്ധമായി പറയുന്നതിന് തെളിവ് ഞങ്ങൾക്ക് നേരെ എതിരായിട്ടാണ് ഞങ്ങളുടെ സാറേ കയ്യിൽ. എനിക്കറിയത്തില്ല മാഡം, ഇത് തെളിവ്, എൻ്റെ തെളിവ് അതത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഇത് കൂടുതൽ ഞാൻ ഒന്നും എൻ്റെ വീട്ടിലില്ല, റെസിപ്റ്റ് ഇല്ല. സത്യമായിട്ട് എൻ്റെ മക്കളെ ദുശ്ശളയുടെ വിളിച്ച് പേരിൽ നടക്കുക. കേട്ടോ, നിങ്ങളുടെ അമ്മ മനസ്സിലാക്കാനാ. ദുശ്ശളയുടെ പേരിലാണ് അയക്കുന്നതെങ്കിൽ ദുശ്ശളയ്ക്ക് ഇത് മേടിച്ചെടുക്കാൻ ഒക്കും, അല്ല വേറെ ആർക്കും ഒക്കത്തില്ല. ഞാൻ 16,000 രൂപ സത്യമാണ് ഇത് ഞാൻ പറയുന്ന സത്യമാണ്. അതായിരിക്കും. അല്ലാതെ വേറെ നമ്മള് പറയണ്ട. ഇത് കോടതി കൊണ്ടുവന്ന് വായിച്ചപ്പോഴും അവര് പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അന്ന് വെറും പേപ്പറിലാണ് ഒരടുക്ക് ഒരു കവർ നിറച്ചാണ് കൊണ്ടുവന്നത്. ഇത് വെറും പേപ്പറിലല്ല, ഇതിപ്പോ ഇങ്ങനെയാണ് തിരുത്തി അവര് ഒപ്പിച്ചു വെച്ചത്. അതിപ്പോ കോടതി കൊണ്ടുവന്നിരുന്നാലും ഈ പറയുന്ന തിരിച്ച് അതേപോലെ ഒരു നിലവിലുണ്ട്. ഇതുപോലെ കള്ളം അവിടുത്തെ പറഞ്ഞു ഒപ്പിട്ടിരിക്കുന്ന ആളുണ്ട്, അവരെയൊക്കെ വരുത്താമെന്നുള്ളതേ ഉള്ളൂ. എന്തോ അവരെ വരുത്താമെന്നുള്ളതേ ഉള്ളൂ. ആ ഇന്റർനാഷണലിന്റെ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ മണി ചെയ്തിട്ടില്ല. അവര് എന്താണ് ഇന്റർനാഷണൽ അവര് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അവരടുത്തുള്ള കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവര് വരും. സിഗ്നേച്ചർ ഓഫ് ദ റെമിറ്റി, കാഷ്യറിന്റെ നെയിം ഉണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ വരുത്താമെന്നുള്ളതേ ഉള്ളൂ. കോടതി പോയാലും ഇത് അവരെ വരുത്താം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അവർ ഒറിജിനൽ ഇഷ്യൂ ചെയ്താണോ എന്ന് തെളിയിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ അയച്ചിരിക്കുന്ന എമൗണ്ട് എല്ലാം അയച്ചിട്ടുണ്ട് എങ്കിൽ അത് മൊത്തം ഒരു ബാങ്ക് വഴിയേ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അവിടെ കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ ഇത്രയും ഇതായിട്ട് ഡിലേ ചെയ്യുന്ന ഇത്രയും ട്രാൻസാക്ഷൻ നടന്ന ഒരു ബാങ്കിൽ അക്കൗണ്ടിന് പാസ്ബുക്ക് ഇല്ല എന്ന് പറയുന്നത് കുറച്ച് വിചിത്രമാണോ? വളരെ വിചിത്രമല്ലേ? ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോവാൻ കാരണം വേറെ ഒന്നല്ല, ഇതിൽ ആര് എവിടെ എന്ത് പറയണു എന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു പിടികിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എമൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് പോയത്. ഇപ്പോൾ ഒരു പരിധിവരെ നമുക്കൊരു കാര്യം വെച്ചാൽ ഒരു കള്ളത്തരം എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു. മാല പണയം എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ഫസ്റ്റിലേ പോയപ്പോ, ആദ്യം പോയപ്പോൾ 21,000 രൂപ അയച്ചു. അതിന്റെ റെസിപ്റ്റ് ഇതിലില്ല. അതില്ല സാറേ, അനിയത്തിയുടെ കല്യാണത്തിന് 10,000 കൊടുത്ത് 25,000. ഇല്ല 15,000 രൂപ അയച്ചു തന്നു. 15,000 രൂപ അയച്ചു. അത് പക്ഷേ 25,000 അയച്ചു കൊടുത്തതിന്റെ റെസിപ്റ്റ് ഒന്നും അതിലില്ല. അയച്ചതല്ല, 15,000 ഇവിടെ ഒരു വീട്ടിൽ പോയി മേടിക്കണേ. ഇല്ലില്ല, അതൊന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ശിവപ്രസാദ് കൊടുത്തു എന്ന് പറയാൻ സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, അവരും ഡിനേ ചെയ്യുന്നു, മേടിച്ചവരും ഡിനേ ചെയ്താൽ ഇവിടെ തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. അന്ന് എനിക്ക് അല്ല, നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നമുക്കിവിടെ രേഖയെ മാത്രമേ രേഖയുള്ളതിന് മാത്രമേ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും അതെനിക്ക് അംഗീകരിക്കണ്ട. എനിക്ക് ഭഗവാൻ എന്നുള്ള ഞാൻ പറഞ്ഞു. പൈസ മേടിച്ച് ഒരാളെ നിന്ന് മേടിച്ചെന്നല്ലേ പറഞ്ഞു. അപ്പൊ ആളുണ്ടല്ലേ, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഏതായാലും പൈസ അയച്ചു തന്നതിൻ്റെ റെസീറ്റുകൾ ഇയാൾ നമ്മളുടെ കയ്യിൽ തന്നു. ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് മൊത്തം ഇല്ല പറയുന്ന ആൾക്കാർ കള്ളത്തരം കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ അത് ഇതല്ലേ, അത് 14 തൊട്ട് 15 വരെ ഉള്ളൂ. അതെ, അത് രണ്ടും അയാൾ ഉണ്ടാക്കിയെടുത്ത രേഖകളാണ് എന്നങ്ങനെ അത് കോടതിയിൽ തന്നെ തെളിയിക്കണം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇയാൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതെ, അതിന് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എടുത്തോ എടുക്കാതിരിക്കോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പൈസ നിങ്ങളുടെ പേരിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ തെളിവുകൾ അവിടെ ഇരിക്കുന്ന ജഡ്ജാണ്, അല്ലാതെ വേറെ ആരുങ്ങളൊന്നുമല്ല. ജഡ്ജും വക്കീലുമാണ് ഇരിക്കുന്നത്. അവർക്ക് കണ്ടാൽ അറിയില്ല ഏതാണ് സത്യം ഏതാണെന്നുള്ളത്. റെസീറ്റ് കണ്ടറിയില്ലേ? അപ്പോൾ അത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ റെസീറ്റുകൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും ശരിയാണ്. അത് ബാങ്കിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, അതിപ്പോ നമുക്ക് തർക്കിക്കേണ്ട കാര്യം ആവശ്യമില്ല. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഇദ്ദേഹത്തിനോട്, ഇവർക്ക് ഭാര്യയും ഭർത്താവായിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ കഴിഞ്ഞു പോയിക്കൂടെ? എന്താണ് നിങ്ങളുടെ ഈ വഴക്കിന്റെ പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വഴക്കിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ്. ആ ഒരു സംശയത്തിന്റെ പുറത്ത് ഞാൻ പല രാത്രികളിലും ദുഃഖിച്ചിട്ടുണ്ട്. എന്നെ പീഡനങ്ങളിൽ അവള് തന്നെ
ആണുങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി പീഡനങ്ങൾ അവൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ എൻ്റെ ഈശ്വര. ഞാൻ പറയട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഒരു റിയാക്ഷനും വേണ്ട. ഞങ്ങൾ ഇരിക്കുന്നില്ലേ, നിങ്ങൾക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പറയുന്ന രീതിയിലെ ഭാഷകൾ, മാങ്ങി ഭാഷകൾ ഇവിടെ വേണ്ട. ആദ്യം സ്വസ്ഥമായിരുന്ന് കേൾക്കുക. മിസ്റ്റർ ശിവപ്രസാദ്, ഒരാൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് ഡെയിലി സംശയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ടുള്ളൊരു ഭാഷ പറയും, പുക ഉണ്ടാകണമെങ്കിൽ ആദ്യം തീ വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അഥവാ ഭാര്യ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങിയാൽ അങ്ങനെ ഒരു പ്രശ്നം വീണ്ടും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻസ്, ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭർത്താവ് നിലയിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? നമ്മളിപ്പോൾ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതൊരു 1 മണിക്കൂർ കഴിഞ്ഞാലും ഞാൻ അത് കളഞ്ഞിട്ട് അവളോടൊപ്പം സ്നേഹിച്ച് ജീവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വന്ന പൈസ അയച്ചിട്ടും എൻ്റെ ഭാര്യയുടെ വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അതായത് ഞാൻ 2500 രൂപ കൊടുത്തൊരു വാടക വീട്ടിലാണ് കഴിഞ്ഞത്. അവിടെ ഞാൻ വിളിക്കുമ്പോൾ ഈ കുട്ടികളെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവളവിടെ താമസിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞ് വേണ്ട, ഞാൻ ആരെയും വീട്ടിൽ പോകുന്നില്ല, എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചോളാം. ഞാൻ ഇറങ്ങിയതിൻ്റെ പുറകിൽ എൻ്റെ ഭാര്യ ആ വീട് വിട്ട് ഇറങ്ങി അവളെ വീട്ടിലായിരുന്നു പരവൂർ. വെറുതെ ആ വീട് 2 വർഷം വാടക കൊടുത്തു. ഞാനാ കൊടുത്തത്. വേണമെങ്കിൽ ഹൗസ് ഓണറെ വിളിക്കാം, എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, ഞാൻ എന്ത് നടപടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം, സാറിന് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം, എൻ്റെ കുറ്റപത്രം എന്താണ്. അങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്ത ആളാണെങ്കിൽ, മനസാക്ഷിയില്ലാത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ശിക്ഷ തരുന്നാലും ഞാൻ വാങ്ങാൻ തയ്യാറാണ്. ആയിക്കോട്ടെ, 2 വർഷം വരെ നിങ്ങൾ അവരെ കൊണ്ട് വിട്ടിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കാൻ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു, 2 വർഷം വരെ മാറി നിന്നെന്ന് പറഞ്ഞു. മാറി നിന്ന സമയത്തിൽ അവർ ഒരു സംശയം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത്, അപ്പച്ചിയുടെ മോളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് സംശയം. പിന്നെ നിങ്ങളുടെ ബ്രദർ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. നിങ്ങൾ വഴിവിട്ട് പോവുകയാണ്, ഒരു അയൽവക്കത്തൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അതെല്ലാം സംശയമായിട്ടാണ് അവർ പറഞ്ഞതെന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ആ സംശയം അങ്ങനെ ഇല്ല. അപ്പച്ചിയുടെ വീട്ടിൽ വരുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഭാര്യയും കുഞ്ഞുമുള്ള വീട്ടിൽ പോയി ഭാര്യയുടെ അടുത്ത് പോകാതെ ഒരാളൊരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ഇല്ല സാർ, ഞാൻ പോയി അവളെ വിളിച്ചായിരുന്നു. ഞാൻ എൻ്റെ പാർട്ടിക്കാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ അച്ഛൻ, എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഇവരെ വീട്ടിൽ പോയായിരുന്നു. അന്ന് എൻ്റെ നാട്ടിൽ ഇവിടെ ജീവിക്കാൻ വരുവരെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ പഞ്ചായത്ത് മെമ്പർ അടുത്ത്. അപ്പം ഈ കൗൺസിലിംഗ് കൊല്ലത്തെ SP ഓഫീസിൽ പോയി പരാതി കൊടുത്ത് ആ പരാതി മുഖേന ഇങ്ങനെ കേസ് പറയാനായിട്ട് 1 മാസം ഇങ്ങനെ പോകും. അതാണ് 2 വർഷം ഇങ്ങനെ ആവാൻ കാരണം. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. കല്യാൺ സിൽക്സ് കോമഡി. അന്ന് അവിടെ നടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ ശബരിമല ഓട്ടം പോകാൻ പോയത്. അന്ന് കൗൺസിലിംഗ് അവിടെ നടക്കുകയാണ്. ഇവളും വരുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. കൗൺസിലിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ശബരിമല ഓട്ടം പോകുന്ന സമയത്താണ് വെളുപ്പാൻ രാവിലെ ഞാൻ അവിടെ നിന്ന് ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ അക്രമം. ആ വീട്ടിൽ എന്നെ ആ പെണ്ണുപിള്ളയും കൂടെ പറഞ്ഞ് പ്രശ്നമായി. അവരെ മകനെ 2 മക്കളെയും കൊണ്ടാണ് പോകുന്നത്. പാരിപ്പള്ളി സ്റ്റേഷൻ മുഖേനയാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. അതിനുശേഷം ഞങ്ങളൊരു 10 വർഷം വരെ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ പോവുകയായിരുന്നു. ഞാൻ ഗൾഫിൽ പോയി അവൾക്ക് എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നോക്കി. ആ സമയത്താണ് ഇവിടെ അനിയത്ര കല്യാണത്തിന് 25,000 രൂപ ഞാൻ കൊടുത്തായിരുന്നു. 10,000 രൂപ തെളിവുള്ളൂ, അത് മതി. എനിക്ക് അതെങ്കിലും തെളിഞ്ഞല്ലോ. ആയിക്കോട്ടെ. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഒക്കുന്നത് പോലെ നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ 3 മക്കളും ഭാര്യയുമാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിശ്രമം കഴിഞ്ഞ മാസം വരെ ഞാൻ കൊടുത്തു. 2 നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഒന്ന് പിണങ്ങിയിരുന്നാൽ പോലും 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അവളുമായിട്ട് സ്നേഹമായിട്ട് കഴിയാറുണ്ടെന്ന്. അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ സ്ത്രീ വീട്ടിലിരിക്കവേ അവരെടുത്ത് ചെല്ലാതെ വേറെ പലയിടത്തും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ ഭാര്യയുടെ വായിൽ നിന്ന് വരും. വിശേഷിച്ചും അവരത്രയ്ക്കധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ല. നിങ്ങളുടെ ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊരു അച്ഛനാണ്, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. വെറും ഭാര്യ മാത്രമല്ല, 3 മക്കളെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. തീർച്ചയായിട്ടും ആര് തലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് പോയി ഇവിടെ ആക്കിയിട്ട് എന്നെ കൊണ്ട് ഒക്കുന്ന പോലെ സംരക്ഷിക്കും?
ഒക്കുന്ന പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഭാര്യയും 3 മക്കളുമൊക്കെ ജനിപ്പിച്ച് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ കണക്ക് പറയുന്നത്. നിങ്ങൾ 16,000 അല്ല ഇവിടെ 20,000 രൂപ വെച്ച് അയച്ചു എന്ന് തന്നെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ഇതിൽ തർക്കമില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. 3 കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 3 കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ചിലവുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്കുകളൊന്നും ഞങ്ങളിവിടെ എടുക്കുന്നില്ല. തെളിയിക്കണമെങ്കിൽ കോടതി കേസ് വന്നാൽ കോടതിയിൽ നിന്ന് ഇത് തന്നവരും എല്ലാവരെയും വരുത്തി വിസ്തരിക്കാൻ കഴിയും, തെളിയിക്കാനും കഴിയും. പക്ഷേ നിങ്ങൾ 10,000 കൊടുത്താലും 20,000 രൂപ കൊടുത്താലും ഇന്നത്തെ കാലത്ത് 3 മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് എനിക്ക് വരുമാനത്തിനനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ, വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ഭാര്യയും മനസ്സിലാക്കണം, കുട്ടികളും. പക്ഷേ ഇവിടെ അതല്ല. നിങ്ങളുടെ കുട്ടികളും ഇപ്പം ചോദിച്ചല്ലോ, മാഡം ചോദിച്ചല്ലോ, നിങ്ങൾ ഈ അയച്ചു എന്ന് പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, സംഗതി ശരിയാണ്. നിങ്ങളുടെ കുട്ടികളും പറയുന്നുണ്ട് അച്ഛൻ അവിടെ പോയി നിൽക്കുക, രാത്രിയിൽ ഭാര്യയുടെ കൂട്ടിലല്ല താമസിക്കുന്നത്, ഫോൺ വരിക, പാതിരാത്രി 1 മണിക്കും 12 മണിക്കും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഭാര്യ ചിലപ്പോൾ ദേഷ്യപ്പെടും, സംസാരിക്കും. ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ പോയി ഇവിടെ കൂടെ പോയി സംസാരിക്കും. അത് സ്വാഭാവികമാണ്. അതൊന്നും ജീവിതത്തിൻ്റെ ആ ഒരു താളത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരെ കണ്ടിട്ടാ? ഇന്ന് നിങ്ങളെ ഭാര്യയെ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പറയുന്നത് പോലെ നാളെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരെ തുണയിൽ വിട്ടിട്ടാണ് നിങ്ങൾ 3 കുട്ടികളെ ഇങ്ങനെ വിട്ടിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് രണ്ടുപേരും ഇങ്ങനെ പറന്ന് കിടക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. മാക്സ് വാല്യൂ ഉണരുന്ന കേരളം സമർപ്പിക്കുന്നത് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് NBFC ഇൻ ഇന്ത്യ, ഇൻ അസോസിയേഷൻ വിത്ത് ജോസ്കോ ജുവലേഴ്സ്. ഹൃദയത്തിലേറ്റിയ യഥാർത്ഥ പരിശുദ്ധി. നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണോ ആ 3 കുഞ്ഞുങ്ങൾ അവർ ജനിപ്പിച്ചത്? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഇഷ്ടം കൂടിയപ്പോൾ ഉണ്ടായതല്ലേ? തീർച്ചയായിട്ടും അവരെ രക്ഷിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വം അച്ഛനും നിലയ്ക്ക് നിങ്ങൾക്കും അമ്മയും നിലയ്ക്ക് അവർക്കും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞ് നടക്കാതെ കുട്ടികളെ ഒപ്പം ഭാര്യയുടെ ഒപ്പമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. തീർച്ചയായിട്ടും ആണല്ലോ. അപ്പോൾ അതിന് സമാധാനം പറയൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സംശയമുണ്ടോ? ആർക്കും? എനിക്ക് സംശയമില്ല. അവരിവിടെ വന്നിപ്പോൾ അവർ 2 അമ്മമാരിവിടെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞ് നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടുകാരും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവരോട് ഈ മകളോട് സംസാരിക്കാനൊക്കില്ല. എൻ്റെ ഭർത്താവ് അത്തരക്കാരനല്ല എന്ന് അവൾ ഒരിക്കലും വിശ്വസിക്കില്ല, അവരെ അടിച്ചിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു അവൾക്ക് സംശയമാണെന്ന്, ഇവരും പറയുന്നു എൻ്റെ മകൾ വിശ്വസിക്കില്ല എന്ന്. അവൾ പറയുന്നു നിങ്ങൾ അവളെ മോശമായിട്ട് ജോലിക്ക് പോകുന്നിടത്തൊക്കെ അവൾക്ക് വേറെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് സംശയം എന്ന് അവൾ പറയുന്നു. അവിടെ പറയൂ ആൻസർ. അങ്ങനെ തന്നെ പറഞ്ഞു. ജോലി വിടാൻ കാരണം ഈ നിങ്ങളുടെ നിങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞുണ്ടാക്കി ഏതെങ്കിലും ഒരു വ്യക്തിയെ തെളിവ് തരാമോ? എന്റെ കൂടെ എന്റെ മക്കളെ കൂടെയും പറഞ്ഞു. എന്റെ മോന്റെ അടുത്ത് രാത്രി 11-12 മണിയായപ്പം വിളിച്ച് ഉറക്കത്തിൽ കിടന്ന കുഞ്ഞിൻ്റെ അടുത്ത് വിളിച്ച് പറയാണ്, കണ്ണ നിനക്ക് നിന്റെ അമ്മ എങ്ങനെയാണ് ചോറ് തരുന്നതെന്ന് നിനക്കറിയാവോടാ എന്ന് ചോദിച്ചു. അപ്പം കൊച്ചു പറഞ്ഞു എന്താ വെച്ചാ അത് നിന്റെ അമ്മ ചോറ് തരുന്നത് എങ്ങനെയാണെന്നാ, വേറെ രീതിയിലാണ് നിന്റെ അമ്മ നിങ്ങളെ. സംശയം അദ്ദേഹം ചോദിച്ചോ നിങ്ങളോട്? ആദ്യം നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ മാഡവും ചോദിച്ചോ, ഭർത്താവ് എപ്പോഴെങ്കിലും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളെ മോശം സ്വഭാവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞു? അറിയില്ല ആദ്യം പറഞ്ഞു. വീണ്ടും പറഞ്ഞപ്പോഴും പറഞ്ഞു ഇല്ല മകളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു. മോന്റെ അടുത്ത് പറഞ്ഞു. മക്കളിവിടെ വന്നിട്ടുണ്ടോ? മക്കളെ ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഏതായാലും നമുക്കിവിടെ ബ്രേക്ക് എടുക്കാം സർ. ഒരുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലുമാണ് 3 ജനനങ്ങൾ അല്ലേ? അവരെ വഴിയാധാരമാക്കിക്കൊണ്ടൊരു ജീവിതം നിങ്ങൾക്ക് 2 പേർക്കും അഭികാമ്യമല്ല. ഞാൻ മാത്രമല്ല ചിന്തിക്കുന്നത്, എന്റെ ഭാര്യയും കൂടെ ചിന്തിക്കണമായിരുന്നു. അതാ ഞാൻ അന്ന് എൻ്റെ ഇപ്പം 5 വർഷമായി ഞാൻ ഗൾഫിൽ നിന്നിട്ട് 45 ദിവസം ഞാൻ ഇവളുമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ലീവിന് വന്നിട്ട്. അന്ന് ഇവരെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കുന്ന സമയത്ത് ഞാൻ അവളെ വിളിച്ചായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ നാട്ടിൽ വന്ന് 5 പവൻ്റെ സ്വർണ്ണം കടം മേടിച്ചായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. ഇവളെ അനിയത്തി അയക്കാൻ. അയ്യോ, നിങ്ങളുടെ നിശബ്ദത വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ
കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ ജീവിതം@amൃതtv.com.